അങ്ങനെ ഫൈനലി ഞാനൊരു തീരുമാനം എടുത്തു. കുക്കിംഗ് വീഡിയോസും വ്ളോഗ് വീഡിയോസൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം വീഡിയോ എടുത്ത് തരാൻ വേറെ ആരെങ്കിലും വേണം. കുക്കിംഗ് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ ക്രാഫ്റ്റ് എന്തായാലും എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ആ കാര്യങ്ങൾ വീഡിയോ എടുത്ത് ഇടാമെന്ന് വിചാരിച്ചു. എന്തായാലും ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാൻ ഇവൻ ഉറങ്ങുമ്പോഴൊക്കെയാണ് ഞാൻ ചെയ്യുക. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അതെടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. യൂട്യൂബിൽ നിന്ന് ഒരു കുഞ്ഞു വരുമാനം കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊന്ന് ശ്രമിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ചുമ്മാ വീട്ടിലിരിക്കുകയല്ലേ, ജോലിയൊന്നുമില്ലാതെ. അപ്പോൾ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാൻ. ഇസിയാനും കൂടെ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് മേടിക്കാമെന്നുള്ള ഉള്ളതൊക്കെ കഴിഞ്ഞു പോയി പണ്ടൊക്കെ. ഇപ്പോൾ കുറേ ആയിട്ട് ചെയ്യാത്തതുകൊണ്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. കൂടുതലൊന്നും വാങ്ങുന്നില്ല. എന്താ വെച്ചാൽ എൻ്റെ ഈ തീരുമാനം എപ്പോഴാണ് നിന്ന് പോകുന്നറിയില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചു. ഷോപ്പിലെത്തിയപ്പോൾ എന്നേക്കാളും അത്യാവശ്യം മൂപ്പർക്കായിരുന്നു കേട്ടോ വാങ്ങാൻ, ഷോപ്പിംഗ് ചെയ്യാനുള്ള അത്യാവശ്യം മൂപ്പർക്കേ ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഇത് ചെന്നപാടെ ഇതുപോലത്തെ ടോയ്സിലൊക്കെ കണ്ണ് വെച്ച് ഇരിക്കുന്നുണ്ട്. പിന്നെ ഓക്സ്ഫോർഡ് ബുക്ക് സ്റ്റാളിലാണ് കേട്ടോ ഞാൻ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ മേടിക്കാൻ വേണ്ടി പോയിട്ടുള്ളത്, പേരാമ്പ്രയിലെ. അപ്പോൾ അവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള ഡയറി, നമുക്ക് ക്രാഫ്റ്റ് വീഡിയോസിലൊക്കെ വെക്കാനൊക്കെ പറ്റിയിട്ടുള്ള, ജേണലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഡയറിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ലോക്കുള്ളതും ലോക്ക് സിസ്റ്റം ഉള്ളതും ലോക്കില്ലാത്തതും നല്ല ചിത്രങ്ങളൊക്കെ ഉള്ളതും അങ്ങനെ ഒരുപാട് ക്രാഫ്റ്റിൻ്റെയും അല്ലാതെ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള എല്ലാ ഐറ്റംസും ആ ഒരു ഷോപ്പിലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മൂപ്പർക്ക് ടോയ്സിൽ തന്നെയാണ് കണ്ണ്, ഇതിലേ ഓടിക്കളിക്കുകയാണ്, എന്നെ ഒന്നും വാങ്ങാൻ സമ്മതിക്കുന്നില്ല. അപ്പം എന്നെക്കാളും മൂപ്പർക്കാണ് ഇവിടുന്ന് കൂടുതൽ വാങ്ങാനുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫൈനലി അത് വാങ്ങി കൈ കൊടുത്തു. 40 രൂപ ഇതിനുള്ളൂ. അപ്പോൾ അത് വാങ്ങി കൈ കൊടുത്തു. കുറച്ച് സമയം അടങ്ങി നിൽക്കുമെന്ന് കരുതിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ, അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ. അങ്ങനെ അതും വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമുക്ക് ഒരു ട്രൈപ്പോഡ് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു വിലേൻ്റെ ഒരു ട്രൈപ്പോഡ് എന്ന് വെച്ചാൽ നമ്മൾ തീരുമാനവും ഇതൊക്കെ ഇപ്പോൾ സ്റ്റോപ്പായി പോകാമെന്നറിയില്ലല്ലോ. അപ്പോൾ വലിയ മുതൽ മുടക്കിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു കുഞ്ഞ് വില കുറഞ്ഞൊരു ട്രൈപ്പോഡ്, എല്ലാ ക്രാഫ്റ്റ് ഐറ്റംസും ട്രൈപ്പോഡൊക്കെ കൂടെ 500 രൂപയ്ക്കുള്ളിൽ ഒതുങ്ങും രീതിക്കാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. പിന്നെ 2-3 ചെടി വിത്തും കൂടെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട്. എനിക്ക് സ്ഥിരമായിട്ട് വാങ്ങുന്ന സ്ഥലമാണ്, നല്ല വിത്തുകളാണ്. അപ്പോൾ ബാക്കി നാളെ കാണാം.